ടച്ച് ഗെയിമേഴ്സ് നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സോളോ സ്കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഞാൻ ഇറങ്ങാനുള്ള പരിപാടിയിൽ കാര്യങ്ങളൊക്കെ നോട്ടെ. നമ്മൾ പോച്ചിനോക്കിലോട്ട് കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത്. നമ്മൾ പോച്ചിനോക്കിലോട്ട് ഇറങ്ങും. നമ്മൾ നേരെ പോച്ചിനോക്കിലോട്ട് വെച്ചിടിക്കാം. നമ്മുടെ പീച്ചിൻ്റെ അവിടെ ഒരു സിമെൻറ്റ് വീടുണ്ട്, കണ്ടില്ലേ? അവിടെ സിമെൻറ്റ് വീടുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുന്നത് പോച്ചിനോക്കിലത്തെ ഒരു സിമെൻറ്റ് വീട്ടിലാണ്. പോച്ചിനോക്കിലെ സിമെൻറ്റ് വീട്, അതാണ് പീക്കിലത്തെ സിമെൻറ്റ് വീട്. നമ്മൾ പോച്ചിനോക്കിലത്തെ സിമെൻറ്റ് വീടിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടുന്ന് കുറച്ച് ലൂട്ടെടുക്കാം. നമുക്ക് ലൂട്ടെടുക്കാം. നമ്മൾ ലൂട്ടെടുക്കുവാണ്. ഒരു ലോങ് വേണ്ട, ഒരു ഷോട്ട് കിട്ടിയാൽ മതി. ഷോട്ട് കിട്ടുവാണെങ്കിൽ ബൈസും പോലത്തെ ബൈസും പോലത്തെ വെച്ചാൽ നമുക്ക് ഒരു ഉസിയാണ് മാത്രമേ കിട്ടുള്ളൂ. ഒരു ബൈസും പോലത്തെ ഇത് AWFൻ്റെ ഇതാണ്. ശരിയാവത്തില്ല. AWF ഒരു ബൈസണെ പോലത്തെ ഒരു ബൈസണെ പോലത്തെ ഒരു ചോക്കിട്ട് എനിമി അതിൻ്റെ ഇടയ്ക്ക് എനിമി വരുന്നു. അപ്പോൾ എൻ്റെ ചെയ്യുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓട്ടോ റിവൈവില്ലേ, അത് കാരണം അവർ തിരിച്ച് റേറ്റ് ആവും. ഇവനിവിടെ തന്നെ എന്തായാലും ആകും, ഉറപ്പാണ്. എന്നിട്ട് നമ്മൾ ഇതാക്കാനുള്ള കേസ് അവനവിടെ ഇറങ്ങിയിട്ട് ശ്രദ്ധൊന്നും തരമല്ല. അവനെ നമുക്ക് കൊന്നിട്ട് ഇറങ്ങി. ഞാൻ കൊന്നിരിക്കും. എനിക്ക് അവന് പിന്നീട് വരും. എനിക്ക് തോന്നുന്നത് അവനല്ല, ഇത് വേറെ ആരും അടിച്ചിട്ടിട്ട് വേറെ എടുത്ത് വന്നേക്കെയാണ്. നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് അവനൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ എൻ്റെ മേലിൽ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എനിമികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പറഞ്ഞാണ് കേസ്. അപ്പോൾ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. അവൻ ഇനി ഓട്ടോ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഓട്ടോ റിവ്യൂവിൻ്റെ സാധനം നിന്ന് വേണ്ട കേസ്. പാവം കേസ്. നമ്മൾ സോളോ സ്കോഡ് നമ്മളെപ്പോൾ തന്നെ കളിക്കാൻ തന്നെയാണ് കേസ്. ഇവിടെ സോറി, ഇവിടെ കുറേ ചെവിയുടെ വന്ന് എൻ്റെ ചെവിയുടെ മൂളുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് നിർത്തേണ്ടത് കേസ്. ബാക്കി കേസ് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് വെച്ചിടില്ല. അങ്ങോട്ടൊന്നുമില്ല, സോണിൻ്റെ അങ്ങോട്ട് ചെവിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേസ്. നമ്മൾ നേരെ യൂട്യൂബ് സെറ്റാക്കി നമുക്ക് അവൻ്റെ ഒരു ഫാർമസിറ്റി നല്ലൊരു കാര്യമായി പോയി. നമ്മൾ ഒരു ട്രോഗൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരു ട്രോഗൻ എവിടെന്നേലും വിളിക്കാൻ മതിയായിരുന്നു ഗായ്സ്. ഈ ട്രോഗൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കിട്ടുന്നില്ല എന്ത് പറയാനാ, കിട്ടുന്നില്ല ഗായ്സ്. നമുക്ക് ഒബ്സർവേറ്ററി നിൽക്കി അവിടെ ആ ഒരു മാപ്പിൻ്റെ അവിടുത്തെ ശ്രമിക്കും. അവിടുന്ന് നമ്മുടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് മാരൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. നമുക്കൊരു ഓഗ് കിട്ടി. അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ബാക്കിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതാണ് ഗൺ സ്വിച്ച് ആണ് നേരത്തെ ഗായ്സ്. നമുക്കൊരു AK കിട്ടിയുണ്ട്. എൻ്റെ ആമോ എടുത്തിട്ട് നമുക്ക് നേരെ. പിന്നെ ഇവിടെ ഒരു ബൈസനുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബൈസൻ്റെ ഓരോ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ടോക്കൺ കിട്ടുവാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഞാൻ അവിടെ നിന്ന് ഒരു സ്കോപ്പ് എടുത്തില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്കോപ്പ് ഈ ബൈസൻ്റെ പോലത്തെ ഒരു ഗണ്ണിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ല, ബൈസൻ്റെ കാര്യങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ബൈസൻ്റെ ഗൺ പോലത്തെ സാധനത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊരു AK സെറ്റായിട്ട് AKയൊക്കെ തന്നെ ധാരാളം. നമ്മുടെ തന്നെ വിൻ്റർലാൻഡേക്കാണ് ഇരിക്കുന്നത്. അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. വിൻ്റർലാൻഡേക്ക് ഒരു ട്രോഗൻ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ട്രോഗൻ സ്പേസ് മറ്റേ കളിയിലും നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പ് 5 അല്ല 10 അപ്പോൾ അത്ര നേരം നമുക്ക് പിടിച്ചിട്ടാണ്. ഇവിടെ ഒരു ഓഗ് ഉണ്ടായിരുന്നു. ഓഗ് നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഉണ്ടായിരുന്നത് അവിടെ ഒരു ഫൈറ്റർ കണ്ട് ഫൈറ്റ് തപ്പാൻ പോകാം. എന്നാന്ന് വെച്ചാൽ അത് തപ്പാൻ പോയാൽ നമ്മുടെ ഇത് കട്ട പോയാവും. നമുക്കൊരു ട്രോഗൻ കിട്ടി. ട്രോഗൻ കാര്യങ്ങളൊക്കെ കിട്ടി.
ട്രോഗൺ കിട്ടി. നമുക്ക് കുറച്ച് ആമോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. എൻ്റെ മറ്റേ ബൈസൺ പോലത്തെ കണ്ണില്ലേ അതിൻ്റെ ആമക്ക് കുറേ കളഞ്ഞ് നമുക്കൊരു ലെവൽ 3 വെസ്റ്റ് ആൻഡ് ഫോറക്സ് സ്കൂപ്പ്. നമ്മുടെ ഏക്കൊരു ഫോറക്സ് സ്കൂപ്പ് അത് മതി. ഏക്കൊക്കെ ഫോറക്സ് സ്കൂപ്പ് എനിക്ക് പാരഫെല്ലും ഫോറക്സ് സ്കൂപ്പും. പിന്നെ എനിക്കിഷ്ടമുള്ള ഗൺ കോമ്പിനേഷൻ പറയാം. ട്രോഗൺ പാരഫെല്ല് ഫോറക്സ് സ്കൂപ്പും പിന്നെ നമ്മൾ സ്വന്തം എന്താണ് സൈലൻസറും വെച്ചാൽ പുള്ളിയാണ് പുളി. വണ്ടി എടുക്കുമ്പോൾ നേരെ എവിടെയെങ്കിലും സിനിമയെ കിട്ടുമെന്ന് അവനടിച്ചോളാണ്. ഇപ്പം എത്ര പേരെ നമുക്ക് 2 കില്ലായിട്ടുള്ളൂ. 21 പേരുന്ന് 20 പേര് അലൈവുണ്ട്. 20 പേര് അലൈവ്. ഇപ്പം 19 പേരുള്ളൂ അലൈവ്. നിങ്ങൾക്ക് ഈ സ്ഥലം അറിയോ? ഞാൻ കണ്ടുപിടിച്ച സ്ഥലം. അത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമില്ല കേട്ടാ, ഞാൻ എപ്പോഴും കയറാനുള്ള സ്ഥലം. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മളിന്നൊരു റെഡ് ടീമാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റെഡ് ടീം ടീമാണ്. അവിടെ ഇനിമേലുള്ള ഫൈറ്റ് നടക്കേണ്ടത്. നമുക്കൊന്ന് പോയി തലയിട്ടൊക്കെ വല്ല കുമ്പിനും കിട്ടും നോക്കാം. നമ്മുടെ കയ്യിലുള്ള സാൻഡി ക്യാരക്ടറാണ്. സാൻഡി ക്യാരക്ടറെ കുറിച്ച് പറയണ്ടല്ലോ, അത് നെക്സ്റ്റ് മാപ്പിൽ പൊളിയായിരിക്കും. പക്ഷേ എനിക്ക് നെക്സ്റ്റ് മാപ്പ് ഇഷ്ടമാണ്. എനിക്ക് ബെർമുഡ കലാകാരി അപ്പം മതി. എനിക്ക് ഏറ്റവും ഇഷ്ടം കലാകാരിയാണ്. നമ്മൾ ഇതിൻ്റെ മേലിൽ കയറാൻ നോക്കണം. വേണ്ട, ചുമ്മാ എന്തിനാ കാരണം ഒരു ഇതില്ലേ ഇതിൻ്റെ മേലിൽ കയറിയിട്ട് നെറ്റ് ഓഫ് ആക്കിയിട്ട് നീമറിൻ്റെതാണ് നെറ്റ് ഓഫ് ആക്കിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് വിടുക. നമ്മൾ ആ പീക്കടെത്തുക, അത് നെറ്റ് ഓണാക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ പോകുന്ന വെച്ചാൽ ഗൈസ് പറഞ്ഞത് അങ്ങനെ അറിയാൻ പാടില്ല. നിങ്ങൾ കുറേ ഇത് പറയും ഗൈസ്, കമൻറ്റിൽ കുറേ ഇങ്ങനത്തെ ടെക്നിക്സ് മനസ്സിലാകും. നിങ്ങൾ പറയുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇടാൻ പോകുന്ന ഗെയിംസ് നിങ്ങൾ പറയുന്ന ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ആയിരിക്കണം. GTA ഫാർക്കറി എന്ന് പറയരുത്, അങ്ങനത്തെ ഗെയിം പറയരുത്. ഈ മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ആണ് നമുക്ക് മൈൻക്രാഫ്റ്റ് ഏൽപ്പിക്കുന്നുണ്ട്. അല്ല, നമുക്ക് പൈസ കൊടുത്തേറ്റാ വെറുതെ ഏൽപ്പിച്ചേറ്റാ. നമുക്ക് സംതിങ് വെച്ച് നമുക്ക് സെറ്റാക്കാം. നമുക്ക് അവിടെ ബാക്കിൽ ഫൈറ്റൊക്കെ നമ്മൾ ചുമ്മാ എന്തൊരു തലയിടാൻ പോണേ. ചുമ്മാ നമുക്ക് സാൻഡി ക്യാരക്ടർ ഓണാക്കി വിട്ടാലോ നമുക്ക് വാങ്ങി നമ്മൾ വിട്ടുണ്ട്. ഞാൻ വെച്ച് അവൻ ഫ്രണ്ടിൽ പോകുന്നു. അവനങ്ങളുടെ സ്പീഡുണ്ട്. എനിക്ക് സോണി ചടന്നവരൊരു ബുദ്ധിമുട്ടേ. നമുക്ക് നൈസായിട്ട് ഇവിടെ സോണിന്നുണ്ട്. സാൻഡി ക്യാരക്ടർ ഇപ്പം അങ്ങോട്ട് വേണ്ടത്. നമുക്ക് സാൻഡി ക്യാരക്ടർ ഓണാക്കാം. എൻ്റെ ബുദ്ധി അങ്ങനെ ഉണ്ടായിരുന്നു. കൊള്ളാമായിരുന്നില്ലേ? ഇപ്പോഴാണ് എനിക്ക് കോപ്പി സൈഡ് കിട്ടിയത്. പട്ടാരം ഞാൻ പാട്ട് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഈ കുറേ കിട്ടി. നമുക്ക് ഏറാൻ കുറച്ചെടുക്കാം. കാര്യങ്ങളൊക്കെ എടുക്കാം. ഫൈറ്റിൻ്റെ അവൻ ഒരുത്തൻ അവിടെ ഗ്ലൂ വാളിൽ ഒളിഞ്ഞിട്ട് കൊച്ചു കള്ളൻ അവൻ കണ്ടുപിടിക്കില്ലാന്ന് വിചാരിച്ചു. നമുക്ക് അതിന് മുമ്പ് ഇതിൻ്റെ ഔട്ട്ഡോർ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഔട്ട്ഡോർ നോക്കിയത്. സോറി ദാറ്റ് നമ്മളൊരു കിളിയുടെ പടം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. നമുക്കത് ഔട്ട്ഡോർ വരുമ്പോൾ കാണാതിരിക്കും. ബാക്കിൽ നിന്ന് അടി തന്നെ ഗൈസ്. നമുക്ക് കുറച്ച് മെഡ് ഇടിയാം. മെഡ് നമ്മുടെ ട്രോഗൻ ഗൈസ് അടി തന്നെ പിടിക്കാൻ പോയിക്കാം. ട്രോഗനും കൊണ്ട് കൊണ്ടില്ല. എൻ്റെ ലേക്ക് ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ മണ്ടത്തരം കാണിച്ചു ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓക്കെ. എന്നാൽ ബൈ.